PV അൻവർ MLA ഇപ്പോൾ തവനൂരിലെ സെൻട്രൽ ജയിലിലാണുള്ളത്. DFO ഓഫീസ് ആക്രമിച്ചതിൽ അൻവറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. DFO ഓഫീസ് ആക്രമിച്ചത് PV അൻവറിന്റെ പ്രേരണയിലാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓഫീസ് മാർച്ചിനിടയിൽ പോലീസുകാരെ തള്ളിമാറ്റിയും നിലത്തിട്ട് ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ 35,000 രൂപയുടെ നാശനഷ്ടം വരുത്തി. ജാമ്യ ഹർജിയിൽ പോലീസിനോട് നിലമ്പൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് ലഭിച്ച ശേഷം വാദം തുടരുമെന്നാണ് അറിയുന്നത്. നമുക്കൊപ്പം കോടതിയിൽ നിന്നും AK അഭിലാഷ് ഉണ്ട്. ജാമ്യം ലഭിക്കുമോ അതല്ല തവനൂർ ജയിലിൽ തന്നെ 14 ദിവസം റിമാൻഡ് അനുഭവിച്ച് തീർക്കേണ്ടി വരുമോ? ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് ഉണ്ട്, മുബഷിർ പി അക്ബർ ഉണ്ട്, അഷ്കർ അലി ഉണ്ട്, സിനോജ് തോമസും നമുക്കൊപ്പമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി AK അഭിലാഷിലേക്ക് പോകുന്നു. AK അഭിലാഷ്, കോടതിയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? പോലീസ് റിപ്പോർട്ട് തേടി, പോലീസ് റിപ്പോർട്ട് കൊടുത്തോ? ഇന്ന് രാവിലെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഉടൻ തന്നെ നൽകാനായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷേ പോലീസ് റിപ്പോർട്ട് ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നില റിമാൻഡ് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിനുശേഷം പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവാം എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ കോടതി ആവശ്യപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 2 മണിക്കൂറിലേക്ക് എത്തുന്ന ഈ ഘട്ടത്തിൽ പോലും പോലീസ് റിപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൂടി കോടതിക്ക് മുമ്പിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണോ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു സംശയം ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമായും നേരത്തെ തന്നെ PV അൻവറിനെതിരെ 2 കേസുകളുണ്ട്. അതായത് ഒന്ന് ചേലക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെ ജീവനക്കാരെ തടഞ്ഞതുമായി, അതായത് അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ട്. അതോടൊപ്പം തന്നെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് കൂടിയുണ്ട്. ഇത് രണ്ടും ഈ പ്രോസിക്യൂട്ടർ ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ എത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട രേഖകളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. പക്ഷേ അപ്പോഴും അഭിലാഷ്, ഈ വിഷയത്തിൽ നേരിട്ട് PV അൻവർ അടിച്ചു തകർക്കുന്നതോ ഓഫീസ് ഈ ഉദ്യോഗസ്ഥനെ ചവിട്ടുന്നതോ ആയിട്ടുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ശ്യാമിലേക്ക് പോയിട്ട് മറ്റ് റിപ്പോർട്ടർമാരിലേക്ക് എത്താം. ശ്യാം, ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് വൈകുകയാണ്. പരമാവധി പോലീസ് റിപ്പോർട്ട് വൈകിപ്പിക്കാനായിരിക്കുമോ ശ്രമം ഉണ്ടാവുക? അങ്ങനെയാണെങ്കിൽ ജാമ്യം എടുക്കുന്ന കാര്യത്തിൽ കോടതിക്ക് തീരുമാനമെടുക്കുന്നത് വൈകാനുള്ള സാധ്യതയുമുണ്ട് അല്ലേ? ഇന്ന് തന്നെ നമ്മൾ സാധാരണഗതിയിൽ അത് കോടതി എപ്പോഴാണ് തീരുമാനമെടുക്കുക എന്നതാണ്. അതിനെ അനുബന്ധിച്ച് അത് കോടതിയുടെ സമ്പൂർണ്ണമായൊരു അധികാര പരിധിയുടെ പ്രശ്നമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസ് ഒരു മറുപടി റിപ്പോർട്ടാണ് നൽകേണ്ടത്. കേസ് ഡയറി അടക്കം ഹാജരാക്കണം. അതിൻ്റെ വിശദമായി ഈ കേസിൻ്റെ അന്വേഷണം ഏത് രീതിയിലാണ് പോകുന്നത്, ഈ ജാമ്യാപേക്ഷയിൽ മറുപടി നൽകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ വിശദമായി തന്നെ നൽകണം. അതിനുള്ള ഒരു സ്വാഭാവികമായ സമയമാണ് നിലവിൽ പോലീസ് എടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുൻപോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ 2 മണിക്കോ ഉച്ചയ്ക്ക് ശേഷം കോടതി പരിഗണിക്കേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയാണ്. ചിലപ്പോൾ 1:45 അല്ലെങ്കിൽ അതിനുശേഷമോ ആയിരിക്കാം, 2:30 മറ്റോ ആയിരിക്കാം കോടതി ഇവിടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. അതിനുള്ളിൽ നൽകിയാലും മതിയാകും. അതിനു മുമ്പ് സ്വാഭാവികമായ കാലതാമസം അത്രേ ഉള്ളൂ അല്ലേ? നിലവിൽ നമുക്കത് സ്വാഭാവികമായ കാലതാമസം എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം കോടതി നടപടികൾ കൂടി പോയി വരാം. മുബഷീർ, ഇനിയിപ്പോൾ DMK-യുടെയും ഒക്കെ പ്രതിഷേധം എങ്ങനെയാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയുന്നു. അത് ഈ വിഷയത്തിൽ PV അൻവറിനോട് ഐക്യപ്പെട്ടുകൊണ്ട് പ്രശ്നാധിഷ്ഠിത പിന്തുണ എന്ന നിലയിലാണ് UDF നേതാക്കൾ പറയുന്നത്. എന്താണ് ഇനി വരാൻ പോകുന്ന പ്രതിഷേധത്തിന്റെ സ്വഭാവം മുബഷീർ? പ്രഖ്യാപിച്ചിരുന്നു അരുൺകുമാർ. ഇന്ന് വൈകിട്ട് നിലമ്പൂർ നഗരത്തിലൂടെയാണ് ഒരു പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയൊരു പങ്കാളിത്തം ഒരു പ്രതിഷേധത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് DMK-യുടെ ഭാരവാഹികൾ അവകാശപ്പെടുന്നത്. ഹംസ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ തന്നെ അൻവറിന്റെ ഒതായിലെ വീട്ടിലെത്തിച്ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ അറസ്റ്റിനെതിരെ ഉന്നയിച്ച പശ്ചാത്തലം ഉൾപ്പെടെ ഇവിടെയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലമ്പൂരിലെ നാട്ടുകാർ ഉൾപ്പെടെ ഒരു പ്രതിഷേധത്തിൽ അണിചേരുമെന്നൊരു ആത്മവിശ്വാസം DMK-ക്ക് ഉണ്ട് എന്നുള്ളതാണ്. വിശേഷിച്ചും അൻവറിന്റെ അറസ്റ്റിന് ആ നിലയിൽ തന്നെ വലിയ സ്വീകാര്യത ലഭിച്ചൊരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ട് പരോക്ഷമായി UDF നേതാക്കൾ ഉൾപ്പെടെ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നൊരു പശ്ചാത്തലത്തിൽ കൂടി ആ ഒരു പ്രതിഷേധത്തിലെ പങ്കാളിത്തം തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരമാണ് പ്രതിഷേധം നടക്കാൻ പോകുന്നത്. അതിനിടയിൽ അൻവറിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് NGO യൂണിയന്റെ ഒരു പ്രതിഷേധം ഇന്ന് DFO ഓഫീസ് കേന്ദ്രീകരിച്ചുണ്ടായി എന്നുള്ളതാണ്. അവിടെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അൻവറിന്റെ നേതൃത്വത്തിൽ നടന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥരുടെ NGO യൂണിയന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രതിഷേധം അല്പസമയം മുമ്പ് പൂർത്തിയായിട്ടുള്ളത്. എന്തായാലും അൻവർ നേതൃത്വം കൊടുക്കുന്ന DMK-യുടെ പ്രതിഷേധമാണ് ഇനി നടക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതിഷേധത്തിലേക്ക് UDF നേതാക്കൾ ഈ വിധത്തിലുള്ള പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവിടെയുള്ള പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുക എന്നുള്ളതാണ് ഇനി നോക്കിക്കാണുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി അൻവറിനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സമയത്തൊക്കെ തന്നെ നമ്മൾ കണ്ട കാഴ്ച നിരവധി ആളുകൾ അവിടെ തമ്പടിച്ചു നിൽക്കുന്നത്, പല മേഖലകളിൽ നിന്നായ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നത്, പോലീസിനെതിരെ മുദ്രാവാക്യമുയർത്തുന്നു, പ്രതിഷേധിക്കുന്ന കാഴ്ചയൊക്കെ തന്നെ കണ്ടിരുന്നു. താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായി തന്നെ അൻവറിനെ വാഹനത്തിലേക്ക് കയറ്റിയ സമയത്ത് പോലീസ് ഉപദ്രവിച്ചു എന്ന ആരോപണം ആ ഘട്ടത്തിൽ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും
അത്തരമൊരു വികാരം മണ്ഡലത്തിൽ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് കൂടിയാണ് അൻവറിനെ മഞ്ചേരി സബ് ജയിലിൽ നിന്നും തവനൂരിലേക്ക് മാറ്റാനുള്ള തീരുമാനം പോലീസ് ഏറ്റവും ഒടുവിലെടുക്കുന്നത്. സാധാരണഗതിയിൽ PDPT ആക്ട് പ്രകാരമുള്ള ഒരു കേസാണെങ്കിൽ കൂടി നിലമ്പൂർ കോടതിയിൽ നിന്നും റിമാൻഡ് ചെയ്തൊരു പ്രതിയെ സാധാരണഗതിയിൽ മഞ്ചേരി സബ് ജയിലിലേക്കാണ് കൊണ്ടുപോകാറുള്ളത്. പക്ഷേ അവിടെയുള്ള സ്ഥലപരിമിതി ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ ജയിലിൽ നിന്നുൾപ്പെടെ തനിക്ക് അപായ സൂചന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ അൻവർ ഉൾപ്പെടെ ആരോപണമായി ഉന്നയിച്ചൊരു പശ്ചാത്തലത്തിൽ വിശാലമായ വലിയ സൗകര്യങ്ങളുള്ള തവനൂർ ജയിലിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം അങ്ങനെയാണ് പോലീസ് എടുത്തത് എന്നുള്ളതാണ്. അത് പോലീസിന്റെ തവനൂരിലേക്ക് പോയി വരാം. തവനൂരിൽ നമ്മുടെ പ്രതിനിധി സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, തവനൂരിൽ ഇപ്പോൾ എങ്ങനെയാണ് PV അൻവർ കഴിയുന്നത്? കാരണം PV അൻവറിനോടൊപ്പം തന്നെ മറ്റ് 4 പ്രതികളെ കൂടിയാണ് ആ ജയിലിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരെല്ലാവരും ഒരേ സെല്ലിൽ തന്നെയാണോ? ഇന്ന് രാവിലെ എന്തോ പ്രഭാത ഭക്ഷണം കഴിച്ചില്ലെന്ന തരത്തിൽ ചില ആളുകളൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? അരുൺകുമാർ, PV അൻവറിന്റെ ജയിൽവാസം 10 മണിക്കൂർ പിന്നിടുകയാണ്. ഇന്ന് പുലർച്ചെ 2:15 അൻവറിനെ ഞാൻ നിൽക്കുന്ന തവനൂരുള്ള സെൻട്രൽ ജയിലിൽ എത്തിക്കുന്നത്. അൻവറിന്റെ കൂട്ടത്തിൽ അറസ്റ്റിലായ ബാക്കി 4 പ്രതികളും ഇതേ ജയിലിൽ തന്നെയാണുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം PV അൻവർ ഉള്ളത് ഒരു സെപ്പറേറ്റ് സെല്ലിലാണ്. ബാക്കിയുള്ള 4 പ്രതികളും ഒരുമിച്ച് ഒരു സ്ഥലത്താണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഈ കേസിൽ 3-ാം പ്രതിയായ ഷൗക്കത്ത് പനമര, അദ്ദേഹത്തിന്റെ വലത് കൈക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. അല്പസമയം മുൻപ് ജയിൽ അധികൃതർ ആംബുലൻസിൽ പുറത്തു കൊണ്ടുപോയി ചികിത്സ നൽകി അല്പസമയം മുൻപാണ് അകത്തോട്ട് കയറ്റുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ വേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ജയിൽ വകുപ്പ് ചെയ്യുന്നുമുണ്ട്. മറ്റ് അതൃപ്തി ഒന്നും തന്നെ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടുമില്ല. അൻവറിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകൾ രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ വൈകുന്നേരം 5 മണി വരെയുമാണ് സന്ദർശന സമയമുള്ളത്. അതിനുള്ള അപേക്ഷ നൽകിയെന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരുപക്ഷെ അവർക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിച്ചാൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഏതായാലും അൻവർ ജയിലിനകത്ത് ഒരു സെല്ലിനകത്ത് ഒറ്റയ്ക്കാണെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ മുബഷീർ പറഞ്ഞതുപോലെ മഞ്ചേരി സബ് ജയിലിലേക്കാണ് കൊണ്ടുപോകാൻ ആദ്യം തീരുമാനിച്ചത്. പക്ഷേ മജിസ്ട്രേറ്റ് കോടതി, നിലമ്പൂർ മജിസ്ട്രേറ്റ് കോടതി തവനൂരിലെ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥലമാണെന്ന് പറയുമ്പോഴും ഇവിടെ ഇന്നത്തെ അറ്റൻഡൻസ് പ്രകാരം 650 തടവുകാർ ഈ ജയിലിലുണ്ട്. 550ഓളം പേരെ പാർപ്പിക്കാൻ സൗകര്യമുള്ള ജയിലാണ്. പക്ഷേ 2022 ജൂൺ 12 തുറന്ന ആധുനിക സൗകര്യങ്ങളുള്ള ജയിലാണ്. അവിടേക്കാണ് അൻവറിനെ കൊണ്ടുവന്നത്. ഇന്ന് പുലർച്ചെ 2:15 ഇന്ന് തന്നെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് DMK അനുകൂലികളും പ്രവർത്തകരും ഉള്ളത്. അതുകൊണ്ട് തന്നെ പുലർച്ചെ മുതൽ തന്നെ 10ഓളം വരുന്ന ആളുകൾ പുറത്തുണ്ട്. ജാമ്യ ഹർജി പരിഗണിക്കും. അനുകൂലമായ ഒരു ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് DMK പ്രവർത്തകർ ഇവിടെ ഉള്ളത്. DMK പ്രവർത്തകർ ഒരുപാട് പേര് തവനൂർ ജയിലിന് മുന്നിലുണ്ടോ സിനോജ്? അരുൺകുമാർ, 10ഓളം ആളുകൾ മാത്രമാണുള്ളത്. PV അൻവറിനൊപ്പം എന്നും സ്ഥിരമായി കാണുന്ന മുഖങ്ങളാണ് ഇവിടെയുള്ളത്. അവർ അൻവറുമായി സംസാരിക്കാനുള്ള അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുകയാണ്. അകത്തേക്ക് വിളിക്കുന്ന മുറയ്ക്ക് അകത്ത് പോയി സംസാരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവരിവിടെ അങ്ങനെ ഒരു ആഹ്ലാദ പ്രകടനമോ അതിനുള്ള ഒരു പ്രകടനത്തിനുള്ള ആളുകളൊന്നും അവിടെ ഇല്ല ഇപ്പോൾ. ഇല്ല, നിലവിൽ അങ്ങനെയില്ല. കാരണം കോടതി നടപടി നടക്കുകയാണല്ലോ. പോലീസ് റിപ്പോർട്ട് ലഭിച്ച് കോടതി എന്ത് തീരുമാനിക്കുന്നു എന്ന് അറിയാനുള്ള സമയമുണ്ട്. ഇനി ഏതായാലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് കോടതി പരിഗണിക്കുക. അതുവരെയുള്ള സമയപരിധിയുണ്ട്. ഏതായാലും അൻവറിനെ കാത്ത് 10ഓളം വരുന്ന DMK പ്രവർത്തകർ ജയിലിൻ്റെ പുറത്ത് കാത്തു നിൽക്കുന്നു. അവർ രാത്രി തന്നെ ഇന്നലെ ഒരുമിച്ച് വന്നവരാണ്, അതിലേറെയുമുള്ള ആളുകൾ. അങ്ങനെ കോടതി നടപടി അനുകൂലമായിട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇന്ന് തന്നെ അൻവർ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് DMK പ്രവർത്തകരും അനുകൂലികളും ഉള്ളത്.